ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യഥാവിധി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞു. ഒരു മുസ്ലിം തൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, ഏത് നിലയിൽ ശ്രദ്ധിക്കണമെന്ന് റമദാനിൻ്റെ രാപ്പകലുകളിലൂടെ നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടവരാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ സാധ്യമാകുന്നിടത്തോളം നന്മകളിലൂടെ ഞാനും നിങ്ങളും ജീവിച്ചു. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, റമദാന് ശേഷമുള്ള നമ്മുടെ ഈ ജീവിതം എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? പല ആളുകൾക്കും ആവലാതിയാണ്. ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും പഴയതുപോലെ തെറ്റുകളിലേക്ക്
തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതം നന്നായി നിലനിർത്താൻ എന്താണ് വഴി? ഇങ്ങനെ പല അവലാദികളും പല ആളുകളും പറയാറുണ്ട്. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേജാറുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമില്ല. ഞാൻ ആർജിച്ചെടുത്ത ഈമാനികമായ ആവേശം, റമദാനിലൂടെ കഴിഞ്ഞുകൂടിയ എൻ്റെ ദിനരാത്രങ്ങൾ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തുടർന്നുള്ള നാളുകളിലും എനിക്കതിന് തന്നെ ആ രൂപത്തിൽ തന്നെ കഴിഞ്ഞു കൂടണമെന്നുള്ള ഉറച്ച തീരുമാനമാണ് ഒന്നാമതായി നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് നമുക്ക് നന്മകളിലൂടെ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഉണർത്തുന്നതും അത് തന്നെയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം നന്നാവാത്ത ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാറ്റുകയില്ല. ഇവിടെ രണ്ട് പദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. ഒന്ന് നഫ്സ്, മറ്റൊന്ന് ഖൗമ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യമാണ്. ആദ്യം സ്വയം നന്നാവണം. അവനവന്റെ കാര്യത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും അല്ലാഹുവോടുള്ള ഭക്തിയും നിലനിർത്തിയാൽ ഞാൻ ഇനിയൊരു തെറ്റായ ജീവിതം ഒരിക്കലും നയിക്കുകയില്ല എന്നുള്ള സ്വയം ദൃഢമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതാണ്. നോമ്പായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ദിനേന ചെയ്തിരുന്ന പല കർമ്മങ്ങളിൽ നിന്നും അത് എനിക്ക് യോജിച്ചതല്ല. ഒരു നോമ്പുകാരനായിരിക്കെ എൻ്റെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് യോജിച്ച പ്രവർത്തനങ്ങളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിനോട് അടുക്കുകയും നന്മകളായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കതിന് സാധ്യമാണ് എന്നർത്ഥം. അപ്പൊ സ്വയം നന്നാവുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായി ഒന്നാമതായി ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനും അതിനെ ഗുണദോഷിക്കുവാനും അത് തിരുത്തുവാനുമുള്ള ഒരു ആർജവം, ഒരു ധൈര്യം ഒരു വിശ്വാസിക്കുണ്ടായിത്തീരും. അങ്ങനെ സമൂഹത്തിലുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അവരോട് നമുക്ക് പറയാൻ കഴിയുമ്പോൾ അത് സമൂഹത്തെ കൂടെ നന്നാക്കലാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അത് തന്നെയാണ്, നിങ്ങൾ സ്വയം നന്നാവണം. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്നാവാനുള്ള മാർഗങ്ങളും വഴികളും തുറന്നു നൽകും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് അതിനൊന്നും മെനക്കെടുന്നില്ല, തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ ആ ജനവിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിയും. ഒരിക്കലും നമുക്കതിന് കഴിയില്ല എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. ഘോര വനാന്തരങ്ങളിലുള്ള വന്യമൃഗങ്ങളെ പോലും മെരുക്കിയെടുത്തുകൊണ്ട് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ആളുകളാണ് മനുഷ്യർ. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയം നന്നാവാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ റമദാൻ മാസങ്ങളിലൂടെ, റമദാനിന്റെ രാപ്പകലുകളിലൂടെ നമ്മളത് കാണിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദൃഢമായ ആ ഒരു ഉറച്ച മനസ്സാണ് നമുക്കൊന്നാമതായി ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, അറിവ് നേടുക എന്നുള്ളത് അത് പഠിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. പഠിച്ചെങ്കിലേ അറിവുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഒരു സ്കൂളിന്റെയോ മദ്രസയുടെ അരികിലൂടെ അല്ലെങ്കിൽ അതിന്റെ വരാന്തയിൽ കയറി നിന്നത് കൊണ്ട് ഒരു മനുഷ്യന് അറിവുണ്ടാവൂല. മറിച്ച് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് പഠിക്കാൻ ശ്രമിക്കണം. ജീവിതത്തിൽ പഠിക്കുമ്പോഴാണ് ആ മനുഷ്യന് അറിവുണ്ടാവുക. ഒരു ചൊല്ലു പറയാറുണ്ടല്ലോ, വായിക്കും തോറും വളരും. എത്രമാത്രം അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ഇൽമ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഇൽമുണ്ടെങ്കിൽ ആ ഇൽമ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും തോറും അത് വളർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളും അവന് അതിനാവശ്യമായി വരും. ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ട് കൂടുതൽ അറിവ് നേടിക്കൊണ്ട് അവൻ വലിയ പണ്ഡിതനായി തീരും. നമ്മൾ സാധാരണയായി ഒരാളെ ആലിം എന്നോ അതുപോലെ തന്നെ അറിവുള്ളവനെന്നോ ഒക്കെ പറയാറുള്ളത് അയാൾ പഠിച്ചവനാണെന്ന് ബോധ്യമാകുമ്പോഴാണ്. അതുപോലെ തന്നെ ഉണ്ടാവേണ്ടുന്ന മറ്റൊരു ഗുണമാണ് ഹെൽമ് എന്നുള്ളത്. ഹെൽമ് ഹെൽമ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയാണ്. ഒരു മനുഷ്യനുണ്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് സഹിഷ്ണുത എന്നുള്ളത്. അത് ആ ഒരു സ്വഭാവം ആർജിക്കുന്നതിലൂടെയാണ് അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക. എന്തിനേയും അവന്റെ ജീവിതത്തിൽ കാണുന്ന ഏത് പ്രതിസന്ധികളെയും ക്ഷമയോടെ സഹനത്തോടെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഹെൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആരെങ്കിലും നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്മ അന്വേഷിക്കുന്നവന് അത് നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തിന്മയിൽ നിന്നും സൂക്ഷിക്കുന്നവന്, തെറ്റിനെ സൂക്ഷിക്കുന്നവന് അതിൽ നിന്ന് രക്ഷ നൽകപ്പെടുകയും ചെയ്യും. ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ പാഠം, ജീവിതത്തിലേക്ക് തെറ്റുകൾ കടന്നു വരാതെ ശ്രദ്ധിക്കുകയും സൂക്ഷ്മമായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ തീർച്ചയായും പടച്ച തമ്പുരാന്റെ സഹായം ആ മനുഷ്യനുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിനോട്, അള്ളാഹുവേ, എന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്റെ സ്വഭാവങ്ങൾ, എന്റെ സംസ്കാരങ്ങൾ, എന്റെ ഇടപെടലുകൾ നന്നാക്കി തരണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം. അദ്ദേഹം പറയുകയാണ്, മാ ദനൗതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തിൽ മക്തൂബ. ഓരോ ഫർള് നമസ്കാരങ്ങളും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുബറ സ്വലാത്തിൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞാൻ ഇരിക്കുന്ന സന്ദർഭങ്ങൾ, അദ്ദേഹത്തോട് അടുത്ത് കഴിഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ ഇല്ലാ സമിഅതഹു യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. എന്താണ് അവിടുന്ന് പറയാറുള്ളത്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വ ഖതായാ കുല്ലഹാ, അല്ലാഹുവേ, എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണമേ, എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപങ്ങൾ ചെയ്യാത്ത പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഫർള് നമസ്കാരാനന്തരം അതിനുശേഷമുള്ള പ്രാർത്ഥനകളിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രാർത്ഥന സഹാബത്ത് കേൾക്കുമ്പോ, ഇത് കേൾക്കുന്ന സഹാബിമാർ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ തിരുമേനി പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അൻഇശ്നി, അല്ലാഹുവേ, എന്നെ നീ മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുള്ള ആ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കണമേ. മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള മനസ്സ്, അവരുടെ പ്രയാസങ്ങൾ കണ്ടറിയുവാനുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹുവേ എന്നെ ആ തരത്തിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. വജ്ബുർനി, എന്റെ ന്യൂനതകൾ അല്ലാഹുവേ നീ മറച്ചു വെക്കണമേ. വഹ്ദിനി ലിസാലിഹിൽ അഖ്ലാഖി വൽ അഅമാൽ, സൽസ്വഭാവങ്ങളിലേക്കും സൽപ്രവർത്തനങ്ങളിലേക്കും എനിക്ക് നീ മാർഗദർശനം നൽകണമേ. ലാ യഹ്ദി ലിസാലിഹാ ലിസാലിഹാ വലാ യസ്രിഫു സയ്യിഹാ ഇല്ലാ അൻത, അല്ലാഹുവേ, സന്മാർഗങ്ങളിലേക്ക് നയിക്കുന്നവൻ നീ അല്ലാതെ ഇല്ല, അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് തടയുന്നവനും നീ അല്ലാതെ ഇല്ല. അതിനാൽ എനിക്ക് നീ അത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു.
സഹോദരങ്ങളെ, ഈ വചനങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തിന്മയിലേക്കുള്ള തിരിച്ചുപോക്കിനെ നമ്മൾ ഭയപ്പെടണം എന്നുള്ളതും അതോടൊപ്പം നമ്മൾ ആർജിച്ചെടുത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുമ്മ അഹ്സൻതു ഖൽഖി വഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുവേ, നീ എന്റെ രൂപം നന്നാക്കി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്റെ സ്വഭാവവും നീ നന്നാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുവാനുള്ള കാരണങ്ങൾ പലതും സാഹചര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങളെയാണ് നമ്മൾ നന്നാക്കി എടുക്കേണ്ടത്. നമ്മുടെ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, അവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ അത് നല്ലതല്ല എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യനെ ഗുണത്തിലൂടെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ ആശയം അതിന്റെ അഗാധ തലങ്ങളിലേക്ക് കൃത്യമായി മനസ്സിലാക്കിയിരുന്ന അദ്ദേഹത്തിന്റെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ്, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് കൊണ്ടുവന്നത് അത് തന്നെയാണ് സത്യമെന്ന് എടുത്തു പറഞ്ഞിരുന്നു. അത് മുഹമ്മദ്, എനിക്കറിയാം നീ കൊണ്ടുവന്ന മതത്തെ പോലെ ഒരു ഉന്നതമായ ഒരു മതമില്ല എന്നും നിന്റെ ആശയമാണ് ഏറ്റവും ഉത്തമമായ ആശയമെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെയുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം അബൂ ത്വാലിബിന്റെ മരണം, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗങ്ങളിലുമുള്ള ആളുകൾ അബൂലഹബിന്റെയും അതുപോലെ തന്നെ ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും അബൂജഹലിന്റെയും ഒക്കെ ദുഷ്പ്രേരണ നിമിത്തം ആ മനുഷ്യൻ നരകത്തിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂട്ടുകെട്ട്, ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ ആ ഒരു ഇടപഴകൽ നമ്മൾ നന്നാക്കിയില്ല എങ്കിൽ തീർച്ചയായും നമുക്കത് പ്രയാസമുണ്ടാക്കും, നമ്മൾ നാശത്തിലകപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അബൂ ത്വാലിബിന്റെ മരണത്തിന്റെ ആ ഒരു അവസ്ഥ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ ആലിമു ബിൽ മുഹ്തദീൻ. നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലേക്കാൻ പ്രവാചകരെ താങ്കൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സത്യസന്ധനായ മനുഷ്യനെന്നും അദ്ദേഹം കൊണ്ടുവന്ന ആദർശം സത്യമാണെന്നും ബോധ്യപ്പെട്ടിട്ട് പോലും അബൂ ത്വാലിബിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ സാഹചര്യം, ചുറ്റുപാടുകൾ അതിന് പ്രതികൂലമായിരുന്നു. ആ പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് അയാൾ നീങ്ങി എന്നുള്ളതാണ് ആ മനുഷ്യന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെമായി ഇടപഴകുന്ന ആളുകൾ, അവരിൽ നിന്നും ചീത്ത ആളുകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ മനസ്സുകളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു ഗുണ്ടയായിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അയാൾക്ക് അരോചകമായി ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും തന്റെ കയ്യിലുള്ള കത്തി അവരന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കും. അങ്ങനെ 99 പേരെ ആ മനുഷ്യൻ കൊന്നുകളഞ്ഞു. ആ സമയത്താണ് അയാൾക്ക് താൻ ചെയ്തു കൂട്ടുന്ന ഈ മഹാപാതകത്തിന്റെ ഗൗരവം മനസ്സിലാവുകയും അങ്ങനെ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഉന്നതനായ ഒരു പണ്ഡിതന്റെ അരികിൽ ചെന്നുകൊണ്ട് അയാളോട് തന്റെ പ്രയാസങ്ങൾ നിരത്തുന്നു. ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ഏകദേശം 99ഓളം ആളുകളെ ഞാൻ കൊന്നിട്ടുണ്ട്, എന്താണ് എന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഈ പണ്ഡിതൻ പറഞ്ഞു, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് നരകമാണ്, പിന്നെ 99 ആളെ കൊന്നു നിന്റെ കാര്യം മഹാപ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾ സെഞ്ചുറി എന്നിട്ട് വെച്ച് കളഞ്ഞു. ഈ മനുഷ്യനെയും ദേശത്തിൽ കൊന്നുകളഞ്ഞു. അങ്ങനെ 100 ആളെ കൊന്നു. അതിനുശേഷം ഈ മനുഷ്യനെ കിടന്നിട്ട് ഉറക്കമില്ല. തന്റെ അവസ്ഥ, തന്റെ പരലോക ജീവിതം എന്തായിത്തീരുമെന്നുള്ള ആ ഒരു വേദനയോടുകൂടി അയാൾ പിന്നെയും അന്വേഷിച്ചു. അങ്ങനെ മറ്റൊരു പണ്ഡിതനെ കണ്ടുപൊട്ടി അയാളോട് തന്റെ പ്രയാസങ്ങൾ അയാൾ നിരത്തി. ഈ മനുഷ്യൻ, ആ പണ്ഡിതനായ മനുഷ്യൻ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു, നീ വളർന്ന സാഹചര്യങ്ങൾ, നിന്റെ ചുറ്റുപാടുകൾ നിന്നെ ഇസ്ലാമിൽ നിന്ന്, യഥാർത്ഥ ദീനിൽ നിന്ന് നീ മാറിക്കളയുന്നു, നിന്റെ ചുറ്റുപാടുകൾ ശരിയല്ല. അതിനാൽ ഇന്ന നാട്ടിലേക്ക് നീ പോകണം, അവിടെ ഒരു പറ്റം നല്ല ആളുകളുണ്ട്, അവരുടെ ജീവിത രീതികൾ കണ്ടുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അല്ലാതെ
നിന്റെ സാഹചര്യം അനുകൂലമല്ല, നിനക്ക് നന്നാവാൻ ഇവിടെ വെച്ചൊരിക്കലും കഴിയില്ല എന്നുള്ളത് ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയും അയാൾ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവുകയുമാണ്. നാട് വിട്ടുപോയി ഈ മനുഷ്യന്റെ ഉപദേശം കേട്ട്. കാരണം അയാൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സ്വർഗമാണ്. എനിക്ക് നന്നാവണം. ഇങ്ങനെ താൻ തോന്നിയായി ജീവിച്ചത് കൊണ്ട് എന്റെ പരലോകം നഷ്ടപ്പെടുമെന്ന് ഭയന്നപ്പോ ഈ മനുഷ്യൻ പോവുകയാണ്. വഴിയില്ല മനുഷ്യന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുന്നു. ഹദീസ് നീണ്ടുപോവുകയാണ്. അങ്ങനെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെട്ട സന്ദർഭത്തിൽ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും അവിടെ വന്നു. രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമായി. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, അതിനാൽ ഇയാൾ നരകത്തിലേക്കുള്ളവനാണ് ഉള്ള ആളാണ് എന്ന് അദാബിന്റെ മലക്കുകൾ പറയുന്നു. എന്നാൽ റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞത് ഈ മനുഷ്യൻ നന്മ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്, അതിനാൽ ഇയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അവരും വാദിച്ചത്. പകരക്കാരനായി ഒരു മലക്കിനെ മധ്യവർത്തിയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. ആ മലക്ക് പറഞ്ഞു, ഇയാൾ വന്ന നാടും ഇയാൾ പോകാനിരിക്കുന്ന നാടും തമ്മിൽ നിങ്ങൾ അളന്നു നോക്കണം. ഏതിനോടാണ് അയാൾ അടുത്തത് എങ്കിൽ അയാൾ അവരിൽപ്പെട്ടവനാണ്. നോക്കുമ്പോ മരണപ്രാളത്തോടുകൂടി ഈ മനുഷ്യൻ പടഞ്ഞു വീഴുമ്പോ നന്മയുടെ മാർഗത്തിലേക്കുള്ള പോകാനുള്ള ആഗ്രഹം കാരണത്താൽ അയാൾ ഒന്ന് ഉരുണ്ടിരുന്നു, ഒരു ചാൺ മുന്നോട്ട് നീങ്ങിയിരുന്നു. ആ ഒരു കാരണത്താൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സാഹചര്യങ്ങളാണ് സഹോദരങ്ങളെ നമ്മളെ പിഴപ്പിക്കുക. അതിനാൽ തന്നെ ആ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്റെ കഴിഞ്ഞ ദിവസങ്ങൾ നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ ഞാൻ ആർജിച്ചെടുത്ത ആ ചുറ്റുപാടിന് വിരുദ്ധമായി കൊണ്ടുള്ള കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ ആളുകളുമാണ് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഹദീസിലൂടെയുള്ളത്. ഒരു ഹദീസ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അയാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണത്? അയ്യഖൂലല്ലാഹു വ റസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. തന്റെ മറ്റുള്ള വിഷയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അയാൾക്ക് അല്ലാഹുവും റസൂലുമാണ് ഇഷ്ടമുള്ളതായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യനെ അയാൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ആ മനുഷ്യനും ഈമാനുണ്ട്. അതേപോലെ തന്നെ നരകത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ ആളാക്കി മാറ്റി. വീണ്ടും ആ നരകത്തിലേക്ക് പോകുന്ന ചുറ്റുപാടിലേക്ക് അയാൾ നീങ്ങുന്നത് ഇയാൾ വെറുക്കുന്നു എങ്കിൽ അയാളും ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവനാണ്. സാഹചര്യങ്ങളാണ് നമ്മെ പഴപ്പിക്കുന്നത്. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിലു. തന്റെ ഒരു മനുഷ്യന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, മതത്തിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുക. അതിനാൽ തന്റെ സുഹൃത്ത് ആരാണെന്നവൻ പരിശോധിക്കട്ടെ. എന്നെ പിഴപ്പിക്കുന്നവനാണോ, എനിക്ക് നന്മയുടെ മാർഗം ഉപദേശിച്ചു തരുന്നവനാണോ, നല്ല വഴിയിലൂടെ എന്നെ നടക്കുന്നവനാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇല്ല എങ്കിൽ തോന്നിയ പോലെ തോന്നിയവരോടൊക്കെ കൂട്ടുകൂടി തോന്നിയ രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നകന്നു നമസ്കരിച്ചത് വെറുതെയാകുന്ന, അതുപോലെ തന്നെ നോമ്പ് നോറ്റത് വെറുതെയാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെയാണോ എന്റെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ നാളെ പരലോകത്ത് വിരൽ കടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നാളെ പരലോകത്ത് വെച്ച് നരകം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യരും വിലപിക്കും. അക്രമിയായ ആളുകൾ പറയുമെന്നാണ്. അവർ വിരൽ കടിച്ചുകൊണ്ട്, തന്റെ കൈകൾ കടിച്ചുകൊണ്ട് അവൻ പറയും, യാ ലൈതനീ, എന്റെ നാശമേ, ഇത്തഖദതു മഅ റസൂലി സബീല, പ്രവാചകന്മാരുടെ മാർഗം ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലതാ ലൈതനീ ലം അത്തഖദു ഫുലാനൻ ഖലീല, ഇന്ന വ്യക്തിയെ ഞാൻ എന്റെ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് വിലപിക്കുന്ന ഒരു സാഹചര്യം അക്രമികളായ ആളുകൾക്ക് ഉണ്ടാവുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം നമ്മുടെ കൂട്ടുകെട്ടുകൾ. അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അങ്ങാടികളാണ് ഒരുവിധം താന്തോന്നിത്തരങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും ഒക്കെ കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തിരുമേനിയുടെ വാക്കുകൾ ഇതാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തകൂനന്ന ഇൻ സതാത അവ്വല മൻ യദ്ഖുലു സൂഖ്, അങ്ങാടിയിൽ ഒന്നാമതായി പ്രവേശിക്കുന്നവൻ നീ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വലൽ ആഖിറു മിൻ യഖ്റുജു മിൻഹാ, ആ അങ്ങാടിയിൽ നിന്ന് അവസാനം പോകുന്നവനും നീ ആവരുത് എന്നുള്ള പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. കാരണം പിശാച് തന്റെ ആളുകളെ മുട്ടയിട്ട് വിരിയിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവിധ താന്തോന്നിത്തരങ്ങളും അതുപോലെ ചീത്ത ആളുകളും ഒക്കെ അടിഞ്ഞു കൂടുന്നത് അങ്ങാടികളിലാണ്. അവിടെ നിന്നാണ് ചീത്ത സംസ്കാരങ്ങൾ പഠിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങാടി വേണ്ട എന്നല്ല, അവിടെ പോകാം, ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പോരുന്ന ആ ഒരു അവസ്ഥയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. സാഹചര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെതിരെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. അതേപോലെ തന്നെ അന്ധമായ അനുകരണം. ചില നേതാക്കന്മാർ അവരെന്ത് പറഞ്ഞാലും അയാൾ പറഞ്ഞത് ഞാൻ ചെയ്യും, അതിന്റെ നന്മയും തിന്മയും ഞാൻ അന്വേഷിക്കില്ല എന്നൊക്കെ ചില വീരവാദം മുഴക്കുന്നവരായ ആളുകളുണ്ട്. ഒരു മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കണം. ആ പറയുന്നതിൽ നന്മയുണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അല്ല, അതിൽ സംശയമുണ്ട്, അയാൾ പറയുന്നത് ശരിയാണോ എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇടപെടേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ തിന്മയിലേക്ക് ചെന്ന് പതിക്കും. പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോകത്ത് വിലപിച്ചു പോകും. വഖാലു റബ്ബനാ അളല്ലനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂനാ, ഞങ്ങളിലുള്ള നേതാക്കന്മാരെ, ഞങ്ങളിലുള്ള പ്രമാണിമാരെ, അവരെ ഞങ്ങൾ അനുസരിച്ച് അവർ ഞങ്ങളെ വിഴപ്പിച്ചു കളഞ്ഞു. പടച്ചവനെ, അവരാണ് ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയത്. അതിനാൽ റബ്ബന ആതിഹിം ളൈഫൈനി മിനൽ അദാബ് വൽഅൻഹും ലാനൻ കബീറാ, അല്ലാഹു ഞങ്ങളെക്കാൾ കൂടുതൽ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണമേ എന്ന് വിലപിക്കുന്നവരായ ചില ദുരന്തത്തിന്റെ ആളുകൾ, നാശത്തിലേക്ക് അകപ്പെട്ടവരായ ആളുകൾ അവർ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ നരകം മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഞാനും നിങ്ങളും അത്തരക്കാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടാതെ ശ്രദ്ധിക്കണം. സാഹചര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. റമദാനിലൂടെ ഞാനും നിങ്ങളും ആർജിച്ചെടുത്ത ഈമാനികമായ ചൈതന്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ബാക്കിയുള്ള ശിഷ്ടകാല ജീവിതങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.